ഞാൻ ഫൈറ്റ് ചെയ്യേണ്ട യോഗം എനിക്ക് എന്തായാലും ഡയറക്ടർ തന്നില്ല. എന്റെ പ്രായവും എന്റെ പക്വതയും വെച്ചിട്ട് പരിഗണിച്ച് ഞാൻ മഹാനടന്മാരോടൊപ്പമാണ് അഭിനയിച്ചിട്ടുള്ളത്. മഹാ ഇടിയന്മാരോടൊപ്പം അഭിനയിക്കാൻ യോഗ്യത കിട്ടിയത് പൊങ്കാലയിലാണ്. പക്ഷേ ആ സംവിധായകൻ എന്നെ ആദ്യ ദിവസം തന്നെ ഒറ്റക്കുത്തിൽ കൊന്നു കളഞ്ഞു. പിന്നെ ഫ്ലാഷ് ബാക്കിൽ വന്നു പോയാൽ മതി. ഒരു പാട്ടിലൂടെ ഒരു മകനായിട്ട് അഭിനയിച്ച് ശ്രീനാഥ് വാസിയുടെ ഈ ചെറുക്കൻ, അവനെ എനിക്ക് കൈവിടാൻ പറ്റില്ല. അവനാണ് എന്നെ പിടിച്ച് നടത്തിയത്. ഇടികൊള്ളാതെ രക്ഷപ്പെടുത്തിയത് അവനാ. പക്ഷേ ഈ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, പൊങ്കാലയ്ക്ക് മുമ്പ് നമ്മുടെ സംവിധായകൻ വാമനൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ വളരെ ലേറ്റാ. പല കാര്യങ്ങളിലും ഞാൻ അജ്ഞാനിയാണ്, ജ്ഞാനിയാണെന്ന് നടിക്കും. പക്ഷേ ഞാൻ ഈ പൊങ്കാല സമർപ്പിക്കുന്നത് ആരോടാണെന്ന് ചോദിച്ചാൽ ഞാൻ അമ്മമാർക്ക് വേണ്ടിയാണെന്ന് പറയും. അമ്മമാർക്ക് വേണ്ടി, അമ്മയോടുള്ള പക തീർക്കുന്ന മകന്റെ പൊങ്കാലയാണ് ഈ പൊങ്കാല. പിന്നല്ല, ഇതിലും വലിയ ബ്രീഫ് എന്ത് വാമനൻ. പൊങ്കാല ഇടുന്ന അമ്മമാരിരുന്ന് പിന്നെ ആറ്റുകാൽ പൊങ്കാല ഇടുമ്പോ അവര് ചിന്തുന്ന വേർപ്പുണ്ട്. അവര് അവിടെ കത്തിച്ചു വയ്ക്കുന്ന ജ്വാലയുണ്ട്, സൂര്യപ്രകാശമുണ്ട്. അവിടെ ഉള്ളൊരുകുന്ന ഒരു മകനുണ്ട്. ആ മകന്റെ കഥാപാത്രമാണ് ശ്രീനാഥ് വാസി ചെയ്യുന്നത്. അവൻ ചോര പൊടിയുന്ന ഒരു പോസ്റ്റർ കണ്ടപ്പോ, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശ്രീനാഥ് വാസിയായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഈ പോസ്റ്റർ കണ്ടപ്പോ എനിക്ക് അവനെ ക്രിസ്തുവിനെ പോലെ തോന്നി. ക്രിസ്മസ് കൂടിയാണല്ലോ വരാൻ പോകുന്നത്. അപ്പൊ അവനൊരു ക്രിസ്തു ഇരിക്കുന്ന പോലെയൊക്കെ തോന്നി. ലോകത്ത് ഇങ്ങനൊരു നടനെ കാസ്റ്റ് കഥ പറയില്ല ഞാൻ. സംവിധായകൻ കഥ പറഞ്ഞു കൊടുക്കുന്നത് എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നുവരെ. എനിക്കറിയില്ല ഞാൻ ആരാണ്. ഞാൻ പറഞ്ഞതാണോ കഥ? അങ്ങനെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാം. അങ്ങനെയാണ് ആ ഒരു ഇത്രയും ക്യാമറയും വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നതിന്റെ അകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവര് കോട്ടിടും. ട്രെൻഡിങ് ആവാനുള്ള പണിക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും പറഞ്ഞത്? ടീഷർട്ട് വാങ്ങിച്ചോണ്ട് വന്നു. അതെ, ട്രെൻഡിങ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ. ഈ സിനിമയിലേക്ക് വന്നപ്പോ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, ക്രൂ ഉണ്ട്. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് യാമി? ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്ര തൃശ്ശൂരാണല്ലോ എന്ന് പറഞ്ഞപ്പോ പ്ലീസ് ചേട്ടാ ഒന്ന്. ഓക്കെ. അപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷം. തൃശ്ശൂർ ഒരു കുഴപ്പമില്ല, തൃശ്ശൂരും മലപ്പുറവും. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ, പിന്നെ ബാസ്റ്ററിന്റെ ലീഡ് ഹീറോയിനായിട്ട് ചെയ്യാൻ പറ്റി. ശരിക്കും ഒരു ഭാഗ്യമായിട്ട് വരുന്നു. പിന്നെ ഒരുപാട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഇതില്. ഇപ്പോ ഫൈറ്റ്സ് ആണല്ലോ, അപ്പോ സ്റ്റണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്കൊരു സ്റ്റണ്ട് സീൻ ഉണ്ടായിരുന്നു അതിൽ, ഒരു ചെറിയൊരു സീൻ. സസ്പെൻസ് പൊട്ടിക്കല്ലേ? അത് കാണുമ്പോ പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് എക്സ്പീരിയൻസ്. എന്താണ് പാവം കുട്ടി, സംസാരിക്കട്ടെ. ഫൈറ്റിനെ കുറിച്ച് പറയണ്ട, വേറെ എന്തെങ്കിലും? അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മൂവിയില്. അപ്പോ എന്താ പറയാ, നവംബർ 13 മൂവി റിലീസ് ആവാണ്. അപ്പൊ ഒരു റിയൽ സ്റ്റോറി ബേസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആണ് മൂവി കാണാൻ ഞാനും. അപ്പൊ എല്ലാവരും മൂവി കാണാം. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ബിൻ സാറിനോടും അനിൽ സാറിനോടും ദീപു സാർ, താങ്ക് യു സോ മച്ച്. അതന്നെ, എല്ലാവരും പോയി സിനിമ കാണാം, വിജയിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.